നമ്മുടെ മൊബൈൽ ഫോണിലെ വാൾപേപ്പർ മനോഹരമാക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. നിരവധി ആനിമേഷൻ നിറഞ്ഞ വാൾപേപ്പർ മാത്രമല്ല ഇതിലുള്ളത്. നമ്മൾ മൊബൈലിൻ്റെ സ്ക്രീനിൽ എവിടെയെങ്കിലും ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു വെള്ളത്തിൽ ടച്ച് ചെയ്യുന്ന ഒരു ഫീലാണ് നമുക്ക് മൊബൈൽ ഫോണിൽ ലഭിക്കുക. അതുപോലെ മൊബൈൽ ഫോണിൻ്റെ എഡ്ജുകളിൽ വിവിധ വർണ്ണങ്ങളുള്ള LED പ്രവർത്തിപ്പിക്കാം. അങ്ങനെ വളരെ മനോഹരമായ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞു തരാം. ഫേസ്ബുക്കിൽ നിന്ന് വീഡിയോ കാണുന്നവർക്ക് ക്യാപ്ഷനിൽ തന്നെ ലിങ്ക് ഉണ്ടാവും, അതൊന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും. യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും. വളരെ സാവധാനത്തിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് നിരവധി നിറങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. ഇതിലേതെങ്കിലും നിറം സെലക്ട് ചെയ്തിട്ട് നമുക്ക് സെറ്റ് വാൾപേപ്പർ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഹോം സ്ക്രീൻ വേണോ അല്ല ഹോമും ലോക്കും വേണോ ഏതാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യാം. എല്ലാ ഫോണുകളിലും ഒരേ സെറ്റിങ്സ് അല്ല. ഇപ്പോൾ ഇങ്ങനെയുള്ള ഫോണുകളിലൊക്കെ ജസ്റ്റ് ഇത്ര മാത്രമേ സെറ്റ് ചെയ്യണ്ടൂ. പിന്നെ നിങ്ങൾ എപ്പോൾ വാൾപേപ്പർ സെറ്റ് ചെയ്താലും സെറ്റ് ആയിക്കോളും. ഇപ്പോൾ ഞാൻ ഓക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കാണാം എൻ്റെ എഡ്ജിൽ ഇങ്ങനെ കളർ റൗണ്ട് അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ ഏത് കളർ വേണമെങ്കിലും ചേഞ്ച് ചെയ്യേണ്ട ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇതിൽ വാൾപേപ്പർ കൂടി സെറ്റ് ചെയ്യാം. അതിപ്പോൾ എഡ്ജ് മാത്രമല്ല ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിനകത്ത് LED ഉള്ള നിരവധി വാൾപേപ്പർ നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു വാൾപേപ്പർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വാൾപേപ്പറും ചുറ്റും ഈ എഡ്ജിൽ ഇത് കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇനി ഈ കറക്കം നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഇത് വെറും ഒരു ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ പറഞ്ഞു തന്നതാണ്. ഇതിൽ നിരവധി ഓപ്ഷൻ വേറെയുണ്ട്. ഇനി അഡീഷണൽ ആയിട്ട് നമുക്ക് ഇതിൻ്റെ റൊട്ടേഷൻ മാറ്റേണ്ട ഓപ്ഷനാണിത്. ഇതിൽ നമുക്ക് ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ മാറ്റേണ്ട ഓപ്ഷന് ഇതിനകത്ത് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വേഗത അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷനും ഇതിനകത്തുണ്ട്. അതൊക്കെ പറഞ്ഞാൽ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് ശ്രമിച്ച് നോക്കാം. പല മോഡലിൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരുപാട് വാൾപേപ്പർ ഇതിനകത്തുണ്ട്. അതായത് LED സെറ്റ് ചെയ്തത് തന്നെയാണിത്. ഇതിൽ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് സെറ്റ് ആസ് വാൾപേപ്പർ വയ്ക്കുന്ന സമയത്ത് ജസ്റ്റ് ഇനി മുതൽ സെലക്ട് ചെയ്താൽ മാത്രം മതി. സെലക്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കാണാം വാൾപേപ്പർ മാറിയിട്ട്. ഇനി ഇതിലെ രണ്ടാമത്തെ ഓപ്ഷനിലേക്കാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിരവധി വാൾപേപ്പറുകളാണ്. ഇതിൽ പ്രത്യേകിച്ചായിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണ് വാൾപേപ്പർ വേണ്ടത് കാറ്റഗറി വൈസിൽ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇവിടെ താഴെയായിട്ട് ലൈവ് എന്ന് പറയുന്ന മൂന്നാമത്തെ ഓപ്ഷൻ കാണാം. അതിലാണ് നിരവധി ലൈവ് വാൾപേപ്പർ ഉള്ളത്. അതായത് ഈ വാൾപേപ്പറൊക്കെ നമുക്ക് ആനിമേറ്റഡ് ആണ്. ഇത് പല കാറ്റഗറിയിലുണ്ട്. ഞാനിപ്പോൾ പ്രീമിയം ആയിട്ടുള്ള ഒന്നാണ് വെച്ചിട്ടുള്ളത്. പ്രീമിയം വെക്കുന്ന സമയത്ത് ഒരു പരസ്യം കാണേണ്ടി വരും. അല്ലെങ്കിലും ഈ ആപ്ലിക്കേഷനിൽ ഒരുപാട് പരസ്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ വാൾപേപ്പർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പരസ്യം വരുന്നതല്ല. ഇതൊക്കെ പ്രീമിയം സെക്ഷനിലുള്ളതാണ്. ഇതൊരു LED മോഡലിൽ ആനിമേറ്റഡ് ആകുന്നതാണ്. അല്ലാതെ വാൾപേപ്പർ ആകുന്ന ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. അതായത് ആനിമേഷൻ വാൾപേപ്പറുകൾ ഇതൊക്കെ ആനിമേറ്റഡ് ആണ്. ഇതിലെ കാര്യങ്ങളൊക്കെ ചലിക്കുന്നതാണ്. ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു വാൾപേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇതുപോലെ സ്ക്രീനിലുള്ള പല കാര്യങ്ങളും ചലിക്കും. ഇത്തരത്തിലെ ആനിമേറ്റഡ് ആയിട്ടുള്ള നിരവധി വാൾപേപ്പറുകൾ ഇതിനകത്തുണ്ട്. എല്ലാ കാറ്റഗറിയിലും ഏത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിലെ എന്തെങ്കിലും വസ്തുക്കൾ നമ്മുടെ സ്ക്രീനിൽ നിന്ന് ചലിക്കും. പിന്നെ പലർക്കുമുള്ള സംശയമാണ് ഇത്തരം ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ ബാറ്ററി പെട്ടെന്ന് ഇറങ്ങി പോകില്ലേ എന്ന്. അതൊന്നും പോകില്ല. നമ്മുടെയൊക്കെ ഫോണിൽ ലൈവ് വാൾപേപ്പർ സെറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ തന്നെയുണ്ട്. നമ്മൾ ഈ വാൾപേപ്പറൊക്കെ ഈ ആപ്ലിക്കേഷനകത്ത് നിന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷനുമായിട്ട് നമ്മുടെ ഫോണിന് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ സദാസമയം പ്രവർത്തിച്ചിട്ട് നമ്മുടെ ബാറ്ററി തീർന്നു പോകുമെന്ന് പേടിക്കേണ്ട. കാരണം ഞാൻ ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ വാൾപേപ്പർ സെറ്റ് ചെയ്തിട്ട് ഒരുപാട് ദിവസം ഉപയോഗിച്ച് നോക്കി. എന്നിട്ടൊന്നും ബാറ്ററിക്ക് എനിക്ക് അത്ര വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇനി ഇവിടെ താഴെയുള്ള നാലാമത്തെ ഓപ്ഷനിലേക്ക് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെയും ഒരുപാട് വാൾപേപ്പർ ഉണ്ടാവും. ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ക്രീനിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഒരു വെള്ളത്തിലൊക്കെ ടച്ച് ചെയ്യുന്ന ഫീലാണ് ഉണ്ടാവുക. ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഒരു വാൾപേപ്പർ സെലക്ട് ചെയ്തിട്ട് എന്നിട്ട് വേണം സെറ്റ് വാൾപേപ്പർ കൊടുക്കാൻ. ഇനി സ്ക്രീനിൽ ഞാൻ ടച്ച് ചെയ്ത് കാണിച്ചു തരാം. ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിലൊക്കെ ടച്ച് ചെയ്യുന്ന ഇതുപോലെയുള്ള ഫീലാണ് കിട്ടുക. ഇതും പല കാറ്റഗറിയിൽ പല തരത്തിലുള്ള വാൾപേപ്പർ ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. ഒരുപാട് ഫീച്ചറുകളുണ്ട്. അതൊക്കെ പറഞ്ഞാൽ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.